പുലർച്ചെ 4 മണിക്ക് ശക്തികുളങ്ങര ഹാർബറിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ കണ്ട കേരളത്തിലെ സ്വന്തം സൈനികർ ആദ്യം അത്ഭുതപ്പെട്ടു. പിന്നീട് സമാനതകളില്ലാത്ത സ്വീകരണമാണ് മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ നേതാവിന് നൽകിയത്. പ്രളയകാലത്ത് കേരളത്തിന് താങ്ങായി നിന്ന മത്സ്യത്തൊഴിലാളികളിൽ പലരെയും കണ്ട് പരിചയം പുതുക്കിയും വോട്ടഭ്യർത്ഥിച്ചും മണിക്കൂറുകളോളം ബാലഗോപാൽ ഹാർബറിൽ ചെലവഴിച്ചു. LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലൻ പുലർച്ചെ 4 മണിയോടെയാണ് ശക്തികുളങ്ങര ഹാർബറിൽ കടലിൻ്റെ മക്കളെ കാണാൻ എത്തിയത്. അവിടെ നിന്നാണ് അന്നത്തെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചതും. അതിരാവിലെ തങ്ങൾക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് അത്ഭുതമായി. ജോലി തുടർന്നുകൊണ്ട് തന്നെ അവർ ബാലഗോപാലിനോട് തങ്ങളുടെ പ്രശ്നങ്ങൾ നിരത്തി, ആവശ്യങ്ങൾ ഉന്നയിച്ചു. സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യമായ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്തു. ഹാർബറിലെ പ്രധാന പ്രശ്നം വെളിച്ചമില്ലായ്മയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചതോടെ ഇരുളകറ്റാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി ഉറപ്പ് നൽകി. തുടർന്ന് ബോട്ടുകളിലേക്ക് കയറിയ ബാലഗോപാൽ അവയിലിരുന്ന് തൊഴിലാളികളുമായി കുശലപ്രശ്നം നടത്തി. മാർക്കറ്റ് പുനരുദ്ധരിക്കുന്നതിന് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെന്നും തുക വകയിരുത്തിയിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ അതിൻ്റെ നടപടികൾ ആരംഭിക്കുമെന്നും ബാലഗോപാൽ അറിയിച്ചു. 3.5 മണിക്കൂറോളം ഹാർബറിൽ ചെലവഴിച്ച് കേരളത്തിൻ്റെ സ്വന്തം സൈനികർക്കൊപ്പം സെൽഫിക്കും പോസ്റ്റ് ചെയ്തിട്ടാണ് ബാലഗോപാൽ യാത്രയായത്. തുടർന്ന് അറുന്നൂറ്റിമംഗലം ഏരിയയിൽ ലഭിച്ച സ്വീകരണം സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ബാൻഡ് മേളത്തിൻ്റെയും ചെണ്ടയുടെയും അകമ്പടിയോടെ ഒട്ടനവധി സ്ത്രീകളാണ് കടുത്ത ചൂടിനെയും അവഗണിച്ച് അറുന്നൂറ്റിമംഗലത്തെത്തിയത്. 3-ാം കുറ്റിയിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ പരിപാടിയിൽ ബൈക്ക് റാലിയുമായി DYFI പ്രവർത്തകരും അണിനിരന്നു. ഇരുചക്ര വാഹനങ്ങളിൽ ചുവപ്പ് തൊപ്പിയണിഞ്ഞ് ചെങ്കൊടിയേന്തി വനിതകളടക്കമുള്ള പ്രവർത്തകരാണ് ബാലഗോപാലിൻ്റെ പ്രചരണ പരിപാടികളിൽ അണിചേർന്നത്. ആറാട്ടുകുളം, മാടൻകാവ്, താവൂട്ട്, മുക്കുവഴി, മങ്ങാട് ചിറയിൽ കുളത്തിലെത്തിയതോടെ വൻ ജനാവലിയാണ് ബാലഗോപാലിനെ സ്വീകരിക്കാനെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. അമ്മമാരുടെയും സഹോദരിമാരുടെയും സുഹൃത്തുക്കളുടെയും സഖാക്കളുടെയും നിങ്ങളുടെ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങുവാൻ, ഈ നാട്ടിലെ നന്മ നിറഞ്ഞവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ സഖാവ് KN ബാലഗോപാൽ പിന്നിട്ട പാതദൂരങ്ങളിൽ ഈ നാട് ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി ഈ ഗ്രാമവീഥികളിലൂടെ കടന്നു വരികയാണ്. മതേതര ഭാരത സംസ്കാരത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന മതവർഗീയ തീവ്രവാദത്തിനെതിരെ പോരാടുവാൻ